പമ്പാ തീരത്ത് കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതി ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് പുറത്തുവരുന്ന കണക്കുകളിൽ അടിമുടി ദുരൂഹതയാണ്. ഓഡിറ്റ് വിവരങ്ങൾ സഹിതം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വൈരുദ്ധ്യം കാണുന്നത്. ദേവസ്വം ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കത്തില്ലെന്നാണ് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത്. ആ വാദവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 3 കോടി രൂപയാണ് ചെലവായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തുന്നു. സംഗമ ദിവസം രാത്രി 3000 പേർ ഭക്ഷണം കഴിച്ചെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 500-ൽ താഴെ പേരെ കഴിച്ചുള്ളൂ. വൻതോതിൽ ഭക്ഷണം പാഴായി. അത് അന്ന് തന്നെ വിവാദമായിരുന്നു. സംഗമ ദിവസം ഉച്ചയ്ക്ക് 5000 പേർ കഴിച്ചതിന് 8 ലക്ഷം രൂപ ആയെന്ന് പറയുന്നു. എന്നാൽ ആകെ 4000 പേരെ സംഗമത്തിന് എത്തിയുള്ളൂ എന്നാണ് സർക്കാർ കണക്കിലുള്ളത്. അതിൽ തന്നെ എല്ലാവരും ആഹാരം കഴിച്ചിട്ടുമില്ല. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നത്. കൃത്യമായ കണക്കും ബില്ലുകളുമില്ല. ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ പല കണക്കുകളും രേഖപ്പെടുത്തിയിട്ടില്ല. 150 ബെഡുകൾ വാങ്ങിയതിൽ 100 എണ്ണം മാത്രമാണ് കണക്കിലുള്ളത്. 1,73,000 രൂപ വില വരുന്ന 50 ബെഡുകളുടെ കാര്യം രേഖയിൽപ്പെടുത്തിയിട്ടില്ല. എക്സ്ട്രാ ഐറ്റങ്ങൾക്ക് 24,17,581 രൂപ ചെലവായെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെയൊന്നും ബില്ലുകളോ രേഖകളോ ഇല്ല. വേദിയിലെ പാനലിംഗ് കേബിൾ ജോലികൾക്ക് 2,80,000 രൂപ വകയിരുത്തിയെങ്കിലും ഇതും കണക്കുകളിലില്ല. സാമ്പത്തിക ഇടപാടിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്ന് റിപ്പോർട്ട് പരിശോധിച്ച ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിരുന്നു. ബോർഡിനോടും സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോടും വിശദീകരണം തേടിയിരിക്കുകയാണ്. നടത്തിപ്പ് ചുമതല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് നൽകിയതിന് ടെൻഡർ വിളിക്കാതെയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സഹസ്ഥാപനമാണിത്. ഇവർ നൽകിയ ഇൻവോയ്സുകൾ തരംതിരിക്കാത്തതിനാൽ ഓഡിറ്റിംഗ് പ്രയാസമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. 10% അധിക തുകയ്ക്കാണ് കരാർ നൽകിയത്. രേഖകൾ കൃത്യമല്ലാത്തതിനാൽ GST ഇൻപുട്ട് ടാക്സ് ഇനത്തിൽ ബോർഡിന് നഷ്ടമുണ്ടാകും. ഹോട്ടൽ ബില്ലുകളിലും GST നമ്പർ ഇല്ല. അതുപോലെ ദേവസ്വം ബോർഡിൽ നിന്ന് മുൻകൂറായി ചെലവഴിച്ച തുക ബോർഡിന് തിരികെ കിട്ടിയെന്ന് 2 ആഴ്ച മുൻപ് നിയമസഭയിൽ മന്ത്രി പറഞ്ഞു. എന്നാൽ സ്പോൺസർമാരിൽ നിന്ന് തുക ലഭിച്ചതിനെ തുടർന്നാണ് അഡ്വാൻസ് തുക തിരികെ നൽകിയതെന്നാണ് വിശദീകരിച്ചത്. ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിലും വൈരുദ്ധ്യം. ജനുവരി 28-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ദേവസ്വം മന്ത്രി VN വാസവൻ ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത്. ധനലക്ഷ്മി ബാങ്ക്, കേരള ബാങ്ക് എന്നിവയായിരുന്നു പ്രധാന സ്പോൺസർമാർ. ഇവർ വാഗ്ദാനം ചെയ്ത തുക നൽകിയിട്ടുമുണ്ട്. അയ്യപ്പ സംഗമം സ്പോൺസർമാരെ കണ്ടെത്തി നടത്തുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിന് കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് തുക അഡ്വാൻസായി ചെലവഴിക്കുകയായിരുന്നു. സംഗമം നടന്ന കന്നിമാസ പൂജ സമയത്ത് പമ്പ സന്നിധാനം പാതയിൽ എമർജൻസി മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി സർക്കാർ 2,98,000 രൂപ ജില്ലാ കളക്ടർക്ക് അനുവദിച്ചിരുന്നു. അതുപോലെ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്നും അറിയാം. പക്ഷേ ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്നും വാസവൻ പറഞ്ഞു കഴിഞ്ഞു. വാസവന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദേവസ്വം മന്ത്രിയാണ്. ഏതായാലും കേസ് 27-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. കോടതി അന്ന് വീണ്ടും കേസ് പരിഗണിക്കും.